ഒരു മാസം മുമ്പ് വരെ 3 കഥ, അതായത് അതിൻ്റെ ഭ്രാന്തമായ വേഗതയും ഭയങ്കരമായ വലിപ്പവും അതുപോലെ തന്നെ ആർക്കും പിടികിട്ടാത്ത കെമിസ്ട്രിയും ഒക്കെ തന്നെ ഒരു അജ്ഞാതമായ നിഗൂഢതയായിരുന്നു. പക്ഷേ പ്രപഞ്ചത്തിൽ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ സംഭവിക്കുക. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ വളരെ പുതിയ ചില കണ്ടെത്തലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുമുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ആസ്ട്രോയിഡിനെ കുറിച്ച് നമ്മൾ പണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 1-2 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലധികമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇതിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്തായാലും ഈ ഒരു അന്യഗ്രഹ സന്ദർശകനെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഷട്ട് ഡൗണുമായിട്ട് വരെ ബന്ധിപ്പിച്ചുകൊണ്ട് 3 വന്നപ്പോൾ നാസ പൂട്ടി എന്നുള്ള രീതിയിൽ കോൺസ്പിറസി തിയറികൾ വരികയും പല ന്യൂസ് ചാനലുകൾ പോലും അത്തരത്തിലുള്ള തംബ്നെയിലുകൾ ഇട്ടിട്ട് റീച്ച് കൂട്ടാനുമുള്ള ശ്രമം ഉണ്ടാക്കിയതായിട്ട് കാണാം. ഇന്ന് നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ കയ്യിൽ ഏറ്റവും പുതിയ അനാലിസിസ് ഡാറ്റകളുണ്ട്. ആ ഡാറ്റകളും നമ്മുടെ റെഫറൻസുകളും താഴെയുള്ള ലിങ്കിലുള്ള എൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലിതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റും റെഫറൻസും മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഇൻഫർമേഷനും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വസ്തു എങ്ങനെയാണ് ആസ്ട്രോണമിയെ ഒന്നാകെ ഞെട്ടിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഈ 3 പ്രത്യേകത, അതിനെ ഒരു സംഭവമാക്കി മാറ്റുന്നത് എന്താണെന്ന് നമ്മൾ വേഗത്തിലൊന്ന് നോക്കണം. 2025 ജൂലൈ 1 ചിലിയിലെ അറ്റ്ലസ് സർവേ ടീം ഈ ഒരു വസ്തുവിനെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ ഭൂമിക്ക് ഭീഷണിയായിട്ട് വരുന്ന പാറക്കഷ്ണങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് നാസ ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. പക്ഷേ ഈ വന്നൊരു വസ്തു നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടിയൊന്നും അല്ല പോകുന്നത്, വളരെ അടുത്തുകൂടിയൊന്നും അല്ല പോകുന്നത്. അതുകൊണ്ട് അപകട സാധ്യത തീരെ കുറവാണ്. സോ ആദ്യം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് അത് വരുന്ന ഒരു സ്പീഡിൻ്റെ കാര്യത്തിലാണ്. സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ നിന്നെല്ലാം അത് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാലക്സിയിലൂടെ അത് സഞ്ചരിക്കുന്ന ഒരു ക്രൂസിംഗ് സ്പീഡുണ്ട്. അതിനെ നമ്മൾ ഹൈപ്പർബോളിക് എക്സസ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഈ അറ്റ്ലസിൻ്റെ കാര്യത്തിൽ അത് ഏകദേശം സെക്കൻഡിൽ 58 കിലോമീറ്ററാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഖ്യ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം മണിക്കൂറിൽ 2 ലക്ഷം കിലോമീറ്റർ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിലാണ് ഇത് സ്പേസിലൂടെ കടന്നു പോകുന്നത്. മുമ്പ് കടന്നുപോയ ഒമുവാമുയുടെയും ബോറിസോവിനേക്കാൾ ഇരട്ടിയോളം വേഗതയുണ്ട് ഇതിന്. നമ്മുടെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള മനുഷ്യനിർമ്മിത ബഹിരാകാശ പേടകമായിട്ടുള്ള പാർക്കർ സോളാർ പ്രോബ് പോലും അതിൻ്റെ വളരെ വേഗതയിൽ സൂര്യൻ്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ ഇത്രയും വേഗത കൈവരിക്കാറില്ല. കാരണം ഇത്രയും വേഗത ചുമ്മാ അതങ്ങനെ കിട്ടില്ല. സോ ഇത് കാണിക്കുന്നത് ഈ വരുന്ന സഞ്ചാരി വളരെയധികം പഴക്കമുള്ളൊരു പാറക്കഷ്ണമാണ്, ഒരുപാട് നാളായിട്ട് പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരാളായിരിക്കണം. വഴിയിൽ കാണുന്ന നക്ഷത്രങ്ങളിൽ നിന്നെല്ലാം ഗ്രാവിറ്റി കൊണ്ടുള്ള ഗ്രാവിറ്റേഷണൽ അസിസ്റ്റ് അല്ലെങ്കിൽ ഒരു തട്ട് കിട്ടി അതിൻ്റെ വേഗത ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ടുണ്ടാകാനാണ് സാധ്യത. അതുപോലെ തന്നെ വിചിത്രമാണ് അതിൻ്റെ സഞ്ചാരപാതയും. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലോങ് ഷോട്ടാണ്. നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത് ഒരു ദോശക്കല്ല് പോലെ പരന്നിരിക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. ആ ദോശക്കല്ലിന് ചുറ്റും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വരയ്ക്കുന്ന പോലെ ഗ്രഹങ്ങൾ ഒരു പ്ലെയിനിലാണ് സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ആംഗിൾ കാണിച്ചിരുന്നത് പ്ലൂട്ടോയാണ്. പക്ഷേ പ്ലൂട്ടോ ഇപ്പോൾ നമ്മുടെ ഗ്രഹപദവിയിലില്ല. അതുകൊണ്ട് തന്നെ ഈ വട്ടത്തിൽ കറങ്ങുന്ന ദോശക്കല്ലിനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് മനസ്സിലാവും. ഈ പരന്നിരിക്കുന്ന സോളാർ സിസ്റ്റത്തിൻ്റെ ഷേപ്പിനെയാണ് എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗാലക്സിയുടെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് വരുന്ന വസ്തുവിന് ഈ ദോശക്കല്ലിൻ്റെ മുകളിലൂടെ വരാൻ പറ്റും, താഴെ കൂടെ വരാൻ പറ്റും. അങ്ങനെയാണ് സാധാരണ വരിക. ഇതാണല്ലോ പ്രധാനപ്പെട്ട 2 കുത്തനെ അല്ലെങ്കിൽ അടിയിൽ കൂടെ. പക്ഷേ ഈ 3 എന്ന് പറയുന്ന പാറക്കഷ്ണം നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രഭാഗത്ത് നിന്ന് പരന്ന പ്രതലമില്ലേ, ആ പ്രതലവുമായിട്ട് വെറും 5 ഡിഗ്രി മാത്രം ചരിഞ്ഞ വഴിയിലൂടെയാണ് കടന്നു വന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു തിരഞ്ഞെടുക്കപ്പെട്ട വഴി പോലെയാണ് എന്ന് തോന്നും. കാര്യം ആ ഒരു പാത സ്വീകരിക്കാൻ 500-1 മാത്രമേ സാധ്യതയുള്ളൂ. അതായത് 0.2% അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള ഒരു സംഭവം. ഈ അവിശ്വസനീയമായിട്ടുള്ള പാത കാരണം അത് നമ്മുടെ സൗരയൂഥത്തിലൂടെ ഒരു ഗ്രാൻഡ് ടൂറാണ് നടത്താൻ പോകുന്നത്. ചൊവ്വയുടെയും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും എല്ലാം അടുത്തുകൂടി കടന്നു പോകാൻ കഴിയുന്ന, നമുക്ക് നിരീക്ഷിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള ഒരു റൂട്ടിലൂടെയാണ് ഇത് കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം നമ്മളതിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങളാണ്. അതിലൊന്നാണ് മാസ് ആക്സിലറേഷൻ പാരഡോക്സ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അതിൻ്റെ അതിശക്തമായിട്ടുള്ള ഇൻഫ്രാറെഡ് കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വാൽ നക്ഷത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കാര്യം കണ്ടു. ഇതിൻ്റെ കേന്ദ്രഭാഗത്തിൽ നിന്ന് സെക്കൻഡിൽ 150 കിലോഗ്രാം എന്ന കണക്കിൽ വാതകവും പൊടിയും ഒരു ജെറ്റ് പോലെ ഇങ്ങനെ പുറത്തേക്ക് ചീറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ഫയർ ഹോസിൽ നിന്ന് വെള്ളം ചീറ്റുന്ന പോലെ. ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അനുസരിച്ച് ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പുറത്തേക്ക് ചീറ്റുന്ന ജെറ്റ് ഒരു റോക്കറ്റ് എഞ്ചിൻ പോലെ പ്രവർത്തിച്ചിട്ട് ആ വാൽ നക്ഷത്രത്തെ ഇങ്ങനെ മുന്നോട്ട് തള്ളണം. അങ്ങനെ തള്ളുന്ന സമയത്ത് അതിൻ്റെ സഞ്ചാരപാതയിൽ ചെറിയൊരു മാറ്റമെങ്കിലും വരാൻ പറ്റണം.
സോ നമ്മുടെ സ്വന്തം വാൽനക്ഷത്രങ്ങളിൽ നമ്മളെപ്പോഴും ഇത് കാണാറുണ്ട്. അത് സോളാർ സിസ്റ്റത്തിൻ്റെ ഔട്ടർ ലെയറിലുള്ള ഊർജ്ജ ക്ലൗഡിൽ നിന്നൊക്കെയാണ് സാധാരണ വരാറുള്ളത്. പക്ഷേ ഈ 3i അറ്റ്ലസിനെ മാസങ്ങളോളം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടും ഈ പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ അങ്ങനെ ഒരു തള്ളു കൊടുക്കുന്നതായിട്ട് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടില്ല. അതായത് ശക്തമായൊരു റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചിട്ടും ഒരു കപ്പൽ മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. അതിനൊറ്റ കാരണം മാത്രമേ വരൂ, ആ കപ്പലിന് അവിശ്വസനീയമായിട്ടുള്ള ഭാരം ഉണ്ടായിരിക്കണം, അല്ലേ? അതുപോലെ കണക്കുകൾ തെറ്റിയില്ല. ഇത്രയും ശക്തമായ ഇജക്ഷൻ ഉണ്ടായിട്ടും അതിന് യാതൊരു ചലന വ്യത്യാസവും ഉണ്ടാകാത്ത അവസ്ഥയ്ക്ക് പ്രധാന റീസൺ നമ്മൾ കാണുന്ന പോലെയല്ല. 3i അറ്റ്ലസിന് കുറഞ്ഞത് 33 ബില്യൺ ടൺ ഭാരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 33 ബില്യൺ ടൺ ഭാരം എന്ന് പറഞ്ഞാൽ ഏകദേശം 3300 കോടി ടൺ കിലോഗ്രാം ഭാരം ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കേന്ദ്രഭാഗത്തിന് കുറഞ്ഞതൊരു 5 കിലോമീറ്ററിൻ്റെ വീതി ഉണ്ടാവും. സോ ഇൻ്റർസ്റ്റെല്ലാർ വസ്തുക്കളെ നമ്മൾ തിരഞ്ഞു തുടങ്ങിയ ഈ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് ഏകദേശം കുറച്ച് വർഷം ആവുള്ളൂ നമ്മൾ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട്, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഭീമാകാരനെ കണ്ടെത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കുഞ്ഞു ജീവജാലങ്ങളെയും കുഞ്ഞു മീനുകളെയും ഒന്നും കിട്ടുന്നതിന് പകരം ഒറ്റയടിക്ക് നീലത്തിമിംഗലത്തെ കണ്ടെത്തുന്നത് പോലെയാണ്. അതായത് അറ്റ്ലസിനെ പോലെയുള്ള വലിയ ഭീമൻ കല്ലുകൾ വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 10,000-കണക്കിന് ചെറിയ ഒമുവാമുയുടെ വലിപ്പമുള്ള വസ്തുക്കളെ നമ്മൾ ആക്ച്വലി ഈ സമയങ്ങളിൽ കാണേണ്ടതാണ്. എന്നാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളും സിമുലേഷനുകളും ഒക്കെ ഇത് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ വലിയ വലിയ ആളുകൾ വരുന്നതല്ലാതെ ചെറിയ ചെറിയ ആളുകളെ കാണാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം അതിൻ്റെ കെമിക്കൽ ഫിംഗർ പ്രിൻ്റാണ്. വെബിൻ്റെ നിരീക്ഷണത്തിൽ അതിൻ്റെ കോമയെന്ന് വെച്ചാൽ ഈ വരുന്ന വസ്തുക്കളുടെ സഞ്ചരിക്കുന്ന പാതയ്ക്ക് ചുറ്റുപാടുള്ളൊരു തല പോലൊരു ഭാഗമുണ്ട്. ആ തല പോലത്തെ ഭാഗത്തിലുള്ള വാതക മേഘത്തെയാണ് കോമ എന്ന് പറയുന്നത്. ഈ ഭാഗം പൂർണ്ണമായും കാർബൺ ഡയോക്സൈഡ് കൊണ്ട് നിറഞ്ഞതാണ് എന്ന് ഗവേഷകർ കണ്ടെത്തി. വെള്ളത്തിൻ്റെ അംശം വളരെ വളരെ കുറവാണ് ഈ പാറക്കഷ്ണത്തിൽ. ഇത് നമ്മുടെ സൗരയൂഥത്തിലുള്ള മറ്റ് വാൽനക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേർവിപരീതമാണ്. നമ്മുടെ വാൽനക്ഷത്രങ്ങൾ പ്രധാനമായിട്ടും വെള്ളവും ഐസും കൊണ്ടുള്ള കട്ടകൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഘടന കാണിക്കുന്നത് അറ്റ്ലസ് ഉണ്ടായിരിക്കുന്നത് അങ്ങേയറ്റം തണുപ്പുള്ള, നമുക്ക് തീർത്തും അപരിചിതമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിലാണ്. അതിൻ്റെ മാതൃ സൗരയൂഥത്തിൽ കാർബൺ ഡയോക്സൈഡിനെ പോലും കട്ടിപിടിപ്പിച്ച് ഡ്രൈ ഐസാക്കി കട്ടയാക്കാൻ തക്കവണ്ണം തണുപ്പുള്ളൊരു സ്ഥലത്താണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. അതിനത്രത്തോളം തണുപ്പ് വേണം ഐസൊക്കെ കട്ടയാവണമെങ്കിൽ. ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കോമയിൽ ധാരാളം നിക്കൽ ആറ്റങ്ങളുടെ സാന്നിധ്യം സ്പെക്ട്രോമീറ്റർ വഴി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇരുമ്പിൻ്റെ ഒരു തരി പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് വരെ പഠിച്ച എല്ലാ വാൽനക്ഷത്രങ്ങളെയും അപേക്ഷിച്ച്, അല്ലെങ്കിൽ പാറക്കഷ്ണങ്ങളെയും ആസ്ട്രോയിഡുകളെയും ഉൽക്കകളെയും അപേക്ഷിച്ച് അവയിലൊക്കെ നിക്കലും ഇരുമ്പും കാണുമ്പോൾ ഇതിൽ മാത്രം ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ട്, വേറൊന്നില്ല. ഈ നിക്കൽ ഇരുമ്പും ഒക്കെ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ട് പൊട്ടിത്തെറിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സൂപ്പർനോവ സംഭവിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിലേക്ക് ഇത് എത്തിച്ചേരുന്നത്. സോ ഈ ഒരു വിചിത്രമായ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കെമിക്കൽ കോമ്പോസിഷൻ വളരെ അത്ഭുതകരമാണ്. 1 മാസം മുമ്പ് വരെയുള്ള അവസ്ഥ സത്യത്തിൽ ഇങ്ങനെയായിരുന്നു. അതിനുശേഷം ലോകമെമ്പാടുമുള്ള നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. കിട്ടുന്ന ഫലങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും വിചിത്രമായി മാറി. ഈ അടുത്ത് 2025 ഒക്ടോബർ 23 സ്പെയിനിലെ ടെയ്സ് ഒബ്സർവേറ്ററിയിലെ ഗവേഷകർ അവിടുത്തെ 2 മീറ്റർ ട്വിൻ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടെടുത്ത ചില കിടിലൻ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ആ ചിത്രങ്ങളിൽ വാൽനക്ഷത്രത്തിൽ നിന്നും ഒരു ഭീമാകാരനായിട്ടുള്ള ഗ്യാസ് ജെറ്റ് പുറത്തേക്ക് വരുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു മാസ് ആക്സിലറേഷൻ പാരഡോക്സിന് കാരണമായിട്ടുള്ള ഭയങ്കരമായ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അതിനുള്ളൊരു വിഷ്വൽ എവിഡൻസ് ആണത്. ഇതിലേറ്റവും വിചിത്രമായൊരു അനോമലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തെറിക്കുന്ന ജെറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു ജെറ്റ്, അതായത് ഇതിൻ്റെ വാതകങ്ങളും പൊടിപടലങ്ങളും തെറിക്കുന്ന ഡയറക്ഷൻ ഏകദേശം സൂര്യന് നേർക്കാണ് പോകുന്നത്. മാസങ്ങളോളം ഹബിൾ ടെലസ്കോപ്പിൽ നിന്നും മറ്റ് ഒബ്സർവേറ്ററികളിൽ നിന്നുമുള്ള കൃത്യമായ ചിത്രങ്ങൾ ഒരു വിചിത്രമായ ആൻറ്റി ടെയിലിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സൂര്യൻ്റെ നേർക്ക് പോകുന്ന ഒരു വാൽ. ഇത് വാൽനക്ഷത്രങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തിന് എതിരായിട്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. കാരണം സൗരക്കാറ്റും റേഡിയേഷനും എപ്പോഴും വാൽനക്ഷത്രത്തിലെ വസ്തുക്കളെ സൂര്യൻ്റെ എതിർദിശയിലേക്കാണ് തള്ളാറുള്ളത്. അതുകൊണ്ടാണ് വാൽനക്ഷത്രങ്ങൾ സൂര്യൻ്റെ നേർക്ക് വരുന്ന സമയത്ത് സൂര്യൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ എതിർദിശയിൽ വാലുകൾ വരുന്നത്. പക്ഷേ ഒക്ടോബർ പകുതിയോടുകൂടി ഹവായിലെ കെക്-2 ടെലസ്കോപ്പിൽ നിന്ന് ലഭിച്ച പുതിയ ഡാറ്റ സൂര്യൻ്റെ നേർക്ക് വാല് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത് മാത്രമല്ല, അതിൻ്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാൽ നക്ഷത്രത്തിൻ്റെ വിചിത്ര സ്വഭാവത്തിനുള്ള തെളിവാണ് ഇതെന്നുള്ളതാണ്. അതായത് സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഐസ് അതിശക്തമായിട്ട് ഈ ഒരു ഖരരൂപത്തിൽ നിന്ന് ബാഷ്പീകരിക്കുന്നത് കാരണം
കുറച്ചുകൂടി ഭാരമുള്ള വാട്ടർ ഐസ് കഷ്ണങ്ങൾ അത് സൂര്യൻ്റെ നേർക്ക് തെറിക്കുന്നു. ഉദാഹരണത്തിന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതാണ് സൂര്യനെങ്കിൽ ഇതിങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് കുറേ കട്ടകളുണ്ട്, വാട്ടറും ഐസും ഒക്കെ ഉണ്ട്. അതൊക്കെ വർഷങ്ങളായിട്ട് കട്ടി പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ സൂര്യൻ്റെ സ്വാധീനം ഉണ്ടാകുമ്പോൾ അത് ഇവിടെ നിന്ന് സൂര്യൻ്റെ റേഡിയേഷനെയും സൂര്യൻ്റെ ഇൻഫ്ലുവൻസിനെയും മറികടന്ന് മുകളിലേക്ക് തെറിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐസ് കഷ്ണങ്ങൾക്ക് ആവശ്യത്തിന് മാസ് ഉള്ളത് കൊണ്ടാണ് സൂര്യൻ്റെ തള്ളലിനെ കുറച്ചു നേരം അതിജീവിച്ച് അത് സർഫസിൽ നിന്ന് കുറേയേറെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്നൊരു വാല് ഈ ഒരു വാൽ നക്ഷത്രത്തിൻ്റെ മുന്നോട്ട് തള്ളി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. മാത്രമല്ല കെക്ക് ഒബ്സർവേറ്ററിയിൽ നിന്നുള്ള ഡാറ്റ ആ ഒരു നിക്കൽ, ഇരുമ്പ് എന്നിവയുടെ കോമ്പിനേഷനുള്ള രഹസ്യ സ്വഭാവത്തെക്കുറിച്ച് വളരെ നിർണായകമായിട്ടുള്ളൊരു പുതിയ വിവരം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന കോമയില്ലേ നമ്മൾ പറഞ്ഞ മുന്നിലുള്ള ഹെഡ്, അതിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കി. അതിൽ നിക്കലിൻ്റെ മേഘം കോമയിലെ മറ്റൊരു സാധാരണ തന്മാത്രയായിട്ടുള്ള സയനൈഡ് ക്ലൗഡ്സിനേക്കാൾ കൂടുതലായിട്ടും അതിൻ്റെ കോറിനോട്, ന്യൂക്ലിയസിനോട് ചേർന്നാണ് കാണപ്പെടുന്നത് എന്ന് കണ്ടെത്തി. ഇത് ശാസ്ത്രജ്ഞരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു സിദ്ധാന്തത്തിന് ശക്തമായ തെളിവ് നൽകുന്നുണ്ട്. അതായത് ഈ നിക്കൽ വരുന്നത് നിക്കൽ അടങ്ങിയതും എന്നാൽ ഇരുമ്പില്ലാത്തതുമായ വളരെ പെട്ടെന്ന് ബാഷ്പീകരിക്കുന്ന ഒരു പാരൻ്റ് മോളിക്യൂളിൽ നിന്നാണ്. അതിന് ഏറ്റവും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സംയുക്തത്തിൻ്റെ പേരാണ് നിക്കൽ ടെട്രാ കാർബോണൈൽ. ഭൂമിയിൽ നമ്മൾ നിക്കൽ ശുദ്ധീകരിക്കുന്ന ഫാക്ടറികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണിത്. പക്ഷേ ബഹിരാകാശത്ത് ഇതെങ്ങനെ നാച്ചുറലി വന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പുതിയ വിവരങ്ങളെല്ലാം ഒരു കാര്യമാണ് ഉറപ്പിച്ച് പറയുന്ന, 3i അറ്റ്ലസ് വെറും ഒരു വിചിത്ര വാൽനക്ഷത്രമല്ല. നമ്മുടെ ഗാലക്സിയുടെ കെമിക്കലും ഫിസിക്കലുമായിട്ടുള്ള ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാനും പഠിക്കാനും നമ്മളെ നിർബന്ധിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഇതൊക്കെ പുറത്തു വന്ന സമയത്ത് സയൻറ്റിഫിക് ജേണലുകളിൽ നിന്നും കഥ മറ്റ് പബ്ലിക്കിലേക്ക് ചാടിയ സമയത്ത് അത് പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് കാരണമായി. 2025 ഒക്ടോബർ ആദ്യത്തിൽ 3i അറ്റ്ലസ് ചൊവ്വയോട് ഏറ്റവും അടുത്ത് വരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഓർബിറ്ററുകൾക്ക് അതിൻ്റെ ഏറ്റവും മികച്ച ചിത്രം കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ ആ സമയത്ത് അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗണിലായി എന്നൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കൂ. നാസയിൽ മെജോറിറ്റി കാര്യങ്ങളും നെസസറി അല്ല, അതൊരു സ്റ്റഡിയാണ്, ഭയങ്കരമായിട്ട് അത്യാവശ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നാസയുടെ വെബ്സൈറ്റുകൾക്ക് ഫണ്ടിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് ലീവിൽ വിട്ടതുകൊണ്ട് ഡാർക്കായി. പ്രസ് റിലീസുകൾ കംപ്ലീറ്റ്ലി വരുന്നത് നിന്നു. പുതിയ ചിത്രങ്ങളുടെയും വിവരങ്ങളുടെയും ഒഴുക്ക് പെട്ടെന്ന് പുറം ലോകത്തിന് അറിയാൻ പറ്റാതെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ ടൈമിങ് ചിലർക്ക് വളരെ സംശയാസ്പദമായി തോന്നി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഓൺലൈൻ ഫോറങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഇത് തീപിടിപ്പിച്ചത്. കഥ വളരെ ലളിതവും എന്നാൽ വളരെ ശക്തവുമായിരുന്നു. 3i അറ്റ്ലസ് ഒരു ഏലിയൻ വാഹനമാണെന്ന് ഗവൺമെൻറ്റിന് അറിയാം. ആ തെളിവുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം എല്ലാ കാര്യങ്ങളും ഷട്ട് ഡൗൺ ആക്കി എന്നാണ് പറയുന്നത്. ചൊവ്വയിൽ നിന്നുള്ള ഡാറ്റ പുറത്തു വിടുന്നതിൽ നാസ മെല്ലെപ്പോക്ക് കാണിക്കുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ ഇതൊക്കെ ഏലിയൻ പേടകമാണെന്ന് പറഞ്ഞ ഡോക്ടർ ലോബിൻ്റെ വാദങ്ങളിലേക്ക് തള്ളിവിട്ടു, അല്ലെങ്കിൽ അയാൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ധൈര്യമായിട്ട് ചിന്തിച്ച് ഈ ഒരു കോൺസ്പിറസി തിയറിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഇതിൻ്റെ ആദ്യത്തെ കള്ളക്കഥ എന്ന് പറയുന്നത് 3i അറ്റ്ലസ് ഒരു വിചിത്ര പേടകമാണെന്നുള്ള വിവരം മറച്ചു വയ്ക്കാനാണ് നാസ ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ എന്താണ് സത്യം? നിങ്ങൾക്കറിയാം, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കാരണം അവർക്ക് ബജറ്റ് പാസ്സാക്കുന്നതിൽ കോൺഗ്രസ്സിന് സംഭവിച്ച ഒരു പരാജയം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ നാഷണൽ പാർക്കുകൾ മുതൽ നാസയുടെ പബ്ലിക് അഫയേഴ്സ് ഓഫീസ് വരെ പൂട്ടിപ്പോയി. അതായത് അത്യാവശ്യമില്ലാത്ത എല്ലാ സർക്കാർ ഏജൻസികളെയും അത് ബാധിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയമായിട്ടുള്ള കെടുകാര്യസ്ഥതയും ഒരു ആകാശത്ത് നടന്ന പ്രതിഭാസവും തമ്മിലുള്ള ഒരു യാദൃച്ഛികമായിട്ടുള്ള ഒരേ സമയത്ത് സംഭവിച്ച കാര്യമാണ് സത്യത്തിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് പോയത്. അത്രത്തോളം ഏകോപനവും രഹസ്യ സ്വഭാവവും സർക്കാരിനുണ്ട് എന്ന് പറയാനുള്ള ശ്രമമാണ്. പക്ഷേ ഇതത്ര എളുപ്പമല്ല. ഏലിയൻ തിയറികളുടെ പ്രധാന വക്താവായിട്ടുള്ള ആവി ലോബ് പോലും സത്യത്തിൽ നാസ ഇതുകൊണ്ടാണ് പൂട്ടിയത് എന്നുള്ള ആരോപണത്തെ തള്ളിക്കളഞ്ഞിരുന്നു. ഡാറ്റ വരാൻ വൈകുന്നത് ഭൂമിയിലെ മനുഷ്യൻ്റെ മണ്ടത്തരം കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കള്ളക്കഥ അറ്റ്ലസിനെ കുറിച്ചുള്ള എല്ലാ നിരീക്ഷണങ്ങളും നിർത്തിവെച്ചു എന്നുള്ളതാണ്. പക്ഷേ അതെങ്ങനെ പറയാൻ പറ്റും? കാരണം നാസ വിവരങ്ങൾ പുറത്തുവിടുന്നത് നിർത്തിയെങ്കിലും പേടകങ്ങൾ അവയുടെ പ്രവർത്തനം തുടർന്നു പോകുന്നുണ്ട്. അതിലും ഏറ്റവും പ്രധാനമായി ലോകത്തിൻ്റെ നാസ മാത്രമല്ല ബഹിരാകാശ ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അതുപോലെ തന്നെ ജാപ്പനീസ് സ്പേസ് ഏജൻസി, റഷ്യൻ സ്പേസ് ഏജൻസി, നമ്മുടെ സ്പേസ് ഏജൻസി, ചൈനയുടെ സ്പേസ് ഏജൻസി, ഇതൊക്കെ ഉണ്ട്. മാത്രമല്ല യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ചൊവ്വയിലുള്ള ഓർബിറ്ററുകൾ അറ്റ്ലസിനെ നിരീക്ഷിക്കുകയും അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്.
സ്പെയിനിലും ഹവായിലും ചിലിയിലുമൊക്കെയുള്ള പല രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഒബ്സർവേറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. ലോകം മുഴുവൻ ബ്ലാക്ക് ഔട്ടായി എന്നുള്ളതൊരു കെട്ടുകഥയാണ്. ജ്യോതിശാസ്ത്ര സമൂഹം ഒരു ആഗോള സമൂഹമാണ്, അത് അമേരിക്കയുടെ കുത്തകയല്ല. മൂന്നാമത്തെ കള്ളക്കഥ, ചൊവ്വയിൽ നിന്നുള്ള ക്ലോസപ്പ് ചിത്രങ്ങൾ നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് പറയുന്നതാണ്. സത്യം ഇതാണ്, ഡാറ്റ ആക്ച്വലി നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സെർവറുകളിലുണ്ട്. നാസ ഷട്ട് ഡൗൺ ആയത് കാരണം താൽക്കാലികമായിട്ട് ഒരുപാട് ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് അത് പ്രോസസ്സ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും ഒഫീഷ്യലി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പുറത്തുവിടാനുമുള്ള ലാഗ് ഉണ്ടാവുന്നുണ്ട്. ഷട്ട് ഡൗണൊക്കെ എന്തായാലും കഴിയും. അത് കഴിഞ്ഞ് കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് തിരികെ വരുമ്പോൾ ആ ഡാറ്റ പൂർണ്ണമായിട്ടും പുറത്തു വരും. ശാസ്ത്രത്തിന് സമയമെടുക്കും. അത് ട്വിറ്ററിൽ മെസ്സേജ് ഇടുന്നത് പോലെയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത് പോലെയോ അല്ല. ഫണ്ടിങ്ങിൻ്റെ വേഗതയിലാണ് ആക്ച്വലി ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. സോ ഈ ഷട്ട് ഡൗണിനെയും അറ്റ്ലസിനെയും ഒക്കെ ചേർത്തുകൊണ്ട് കോൺസ്പിറസികൾ ഉണ്ടാക്കുകയും അങ്ങനെയാണ് നമ്മുടെ സമൂഹം എങ്ങനെയാണ് മിസ്ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ക്ലാസിക് ഉദാഹരണമായിട്ട് ഇത് പറയാൻ പറ്റുന്നത്. പക്ഷേ യഥാർത്ഥ കഥ അത്രത്തോളം ആവേശജനകമൊന്നുമല്ല. എന്തായാലും ഈ അവിശ്വസനീയമായ വസ്തുവിൻ്റെ ഭാവി എന്താണ്? 2025 ഒക്ടോബർ 29 ആകുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഭൂമി വിട്ടിട്ട് സൂര്യൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്ന് സൂര്യനോട് ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നീട് അത് മറ്റ് ഗ്രഹങ്ങളുടെ അരികിലൂടെ സോളാർ സിസ്റ്റം വിട്ട് പുറത്തോട്ട് പോകും. സോ 2026 മാർച്ച് 16 അത് കടന്നു പോകുന്നത് വ്യാഴത്തിൻ്റെ അടുത്തുകൂടിയാണ്. എന്നാൽ യാദൃച്ഛികമെന്ന് പറയട്ടെ, അവിടെ നമുക്ക് ലോകോത്തര നിലവാരമുള്ള ഒരു റോബോട്ടിക് പരിവേഷകനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് നാസയുടെ ജൂനോ പേടകമാണ്. വളരെ ധീരമായിട്ടുള്ളൊരു ആശയം ഗവേഷകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജൂനോ ഇപ്പം നിരീക്ഷിക്കുന്ന ഡയറക്ഷൻ മാറ്റി 3i അറ്റ്ലസിൻ്റെ അടുത്തേക്ക് ഒരു ഫ്ലൈ ബൈ നടത്താനായിട്ട് അയക്കണം എന്ന് പറയുന്ന രീതിയിൽ പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിശദമായൊരു പഠന റിപ്പോർട്ടിൽ പറയുന്ന ഈ ഒരു പ്ലാൻ അനുസരിച്ച് നടപ്പിലാവുകയാണെങ്കിൽ അത് ഹോളിവുഡ് സിനിമ വരെ തോറ്റുപോകുന്നൊരു കാര്യമായിരിക്കും. അതിനായിട്ട് ജൂനോയെ ഇപ്പോഴുള്ള ഭ്രമണപഥത്തിൽ നിന്നും ഇന്ധനം കത്തിച്ചു പുറത്തെത്തിച്ചിട്ട് അറ്റ്ലസിനെ ലക്ഷ്യമാക്കി അയക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ശക്തമായൊരു ജൂപ്പിറ്റർ ഒബാർത്ത് മാനുവറിംഗ് ഉൾപ്പെടെ നിരവധി സങ്കീർണമായിട്ടുള്ള എൻജിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ജ്വലനങ്ങൾ ഇതിനാവശ്യമാണ്. സോ വളരെ ചലഞ്ചിങ് ആണ്. ജൂനോയിൽ ഇനി ബാക്കിയുള്ള ഇന്ധനം എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. സോ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് എത്തിയ ഇൻ്റർസ്റ്റെല്ലാർ അതിഥി, മൂന്നാമത്തെ അതിഥിയെ ഏകദേശം 27 ദശലക്ഷം കിലോമീറ്റർ അരികിലൂടെ ഫ്ലൈ ബൈ ചെയ്ത് പഠിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. ജൂനോയുടെ ഉപകരണങ്ങൾ, അതായത് അതിൻ്റെ ഹൈ റെസൊല്യൂഷൻ ക്യാമറ, അതിലുള്ള സ്പെക്ട്രോമീറ്ററുകൾ, പാർട്ടിക്കിൾ ഡിറ്റക്ടറുകൾ, അതൊക്കെ ചേർന്നുകൊണ്ട് മറ്റൊരു നക്ഷത്ര ലോകത്ത് നിന്ന് വന്ന ഒരു വസ്തുവിനെ ആദ്യമായിട്ട് തത്സമയമായി അടുത്ത് വിശകലനം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയമാണ്. അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചിത്രം നേരിട്ടെടുക്കാം, അതിൻ്റെ കോമയിലെ വാതകത്തെയും പൊടിയെയും സാമ്പിൾ ചെയ്ത് പഠിക്കാൻ പറ്റും, അതിൻ്റെ മാസിനെയും അതിൻ്റെ സ്ട്രക്ചറിനെയും കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുകയും ഒരുപാട് ഡൗട്ട് മാറുകയും ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും ഇത്തരം ജൂനോ പോലെയുള്ള മിഷനുകളെ റീഡയറക്റ്റ് ചെയ്താൽ സാധിക്കും. പക്ഷേ അത് എത്രത്തോളം എളുപ്പമാണെന്ന് വെച്ചാൽ അത് ചലഞ്ചിങ് ആണ്. നമുക്ക് ആ പേടകത്തെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാനും അതിൻ്റെ പ്രവർത്തന കാലാവധി കുറഞ്ഞു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയുമാണ് നിങ്ങൾ ഒരുപാട് ആവശ്യപ്പെട്ട 3i അറ്റ്ലസ് എന്ന് പറയുന്ന ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും അതിൻ്റെ പേരിൽ പ്രചരിക്കുന്ന കോൺസ്പിറസി തിയറികൾക്കുള്ള മറുപടിയും. എന്തായാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റെഫറൻസ് എവിടെയാണെന്ന്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ മലയാളത്തിലും അതിൻ്റെ ഓഡിയോ വെർഷനും നമ്മുടെ റെഫറൻസുകളും അതുമായി ബന്ധപ്പെട്ട മൈൻഡ് മാപ്പും ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കമൻറ്റ് ബോക്സിലുണ്ടെന്ന് മാത്രമല്ല, അതിനകത്ത് കയറി കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്ത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കറക്ഷനുകളും അഭിപ്രായങ്ങളും അറിയിക്കാം. തീർച്ചയായിട്ടും മറുപടി ഉണ്ടാവും. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ.